ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കൃത്യം 9 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ട് ഇന്ന് 10ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ട മാർക്കോയുടെ ഏറ്റവും പുതിയ 9 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ രണ്ടാം വീക്കെൻഡിൽ ഈ വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത് ഹിന്ദി മേഖലയിൽ നിന്നാണല്ലോ. ഇപ്പോഴത്തെ നോർത്തിൽ ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 250-ൽ പരം എക്സ്ട്രാ സ്ക്രീൻസ് സിനിമയ്ക്ക് ഹിന്ദി മേഖലയിൽ മാത്രം ലഭ്യമായിരിക്കുന്നു എന്നാണ് അവസാനമായിട്ട് ഉണ്ണി മുകുന്ദൻ സിനിമയിലെ നായകൻ എന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഹിന്ദിയിൽ സിനിമ വമ്പൻ കളക്ഷൻ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. 1.5 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ ഹിന്ദി മേഖലയിൽ മാത്രം പിന്നിട്ട സിനിമ 2 കോടി ലക്ഷ്യമിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തോടെ 2 കോടിക്ക് മുകളിൽ സിനിമയുടെ കളക്ഷൻ ഹിന്ദി മേഖലയിൽ മാത്രം വരുമെന്നാണ് നിലവിൽ ഉറപ്പാക്കപ്പെടുന്നത്. അതേസമയം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ആകെ കളക്ഷൻ 6 കോടി രൂപയ്ക്ക് മുകളിലേക്കും കളക്ഷൻ കിടക്കാനായിട്ടിരിക്കുകയാണ്. ഇനി സിനിമയുടെ 9 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ കേരള കളക്ഷൻ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ 30 കോടി കടന്നിരിക്കുകയാണ്. വെള്ളിയാഴ്ച കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ വലിയൊരു വർധന. ഇന്നലെ ശനിയാഴ്ച കളക്ഷനിൽ കേരളത്തിൽ വന്നില്ലെങ്കിൽ പോലും സിനിമ 31 കോടി 50 ലക്ഷത്തിലേറെ കളക്ഷൻ 9 ദിവസങ്ങൾ കൊണ്ട് പിന്നിട്ടിരിക്കുകയാണ്. അതേസമയം ശനിയാഴ്ച വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 6 കോടിയോളം രൂപ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് ഇന്നലെ മാത്രം നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ 8 ദിവസങ്ങൾ കൊണ്ട് 57 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത സിനിമ 63 കോടിയോളം രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് വെറും 9 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് സിനിമയുടെ 10ാം ദിവസം ഞായറാഴ്ച ഇനിയും വമ്പൻ കളക്ഷനാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കും ഉണ്ണിയുടെ മാർക്കോ എന്ന സിനിമയുടെ അടുത്ത ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് വമ്പൻ നേട്ടങ്ങളുടെ അപ്ഡേറ്റുകൾ കേട്ടാം.